Hi, hello. My name is Ajesh Joe, one of the chemistry faculty from Brilliant Study Center Pala. One of the chemistry faculty എന്ന് പറഞ്ഞാൽ ഏകദേശം 100ഓളം കെമിസ്ട്രി ഫാക്കൽറ്റിയാണ് ബ്രില്യൻറ്റിലുള്ളത്. അതിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മളുടെ JEE മെയിൻസ് എക്സാം അല്ലേ, നമുക്ക് നാളെ നമ്മുടെ കുട്ടികൾ JEE മെയിൻസ് എക്സാമിൻ്റെ ആദ്യത്തെ ഷിഫ്റ്റിലെ ആദ്യത്തെ സെഷനിലെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അല്ലേ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡൽ എക്സാമിനേഷൻ എഴുതിയത് നമ്മളുടെ ബ്രില്യൻറ്റിലെ കുട്ടികളായിരിക്കും. ഏറ്റവും കൂടുതൽ ഡൗട്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സസ്, ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഡൗട്ട് ക്ലിയറൻസും ഓഫ്ലൈൻ ഡൗട്ട് ക്ലിയറൻസും എല്ലാം നടത്തിയതും എല്ലാം കിട്ടിയതും നമ്മളുടെ കുട്ടികൾക്ക് തന്നെയാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു അവകാശപ്പെടാൻ ഒരു വകുപ്പില്ല. അത്രത്തോളം നമ്മൾ നിങ്ങളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചാപ്റ്റർ എല്ലാം വളരെ ബേസ് ലെവലിൽ നിന്നെടുത്ത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് പ്രിപ്പറേഷനും എല്ലാം ഓക്കെ ആയിട്ടിരിക്കുകയാണ് നമുക്കറിയാം. പിന്നെ അതിലേക്ക് നമുക്ക് അധികം കടക്കാനില്ല. പക്ഷെ നമ്മൾ എങ്ങനെ, അതായത് എക്സാം ഹാളിൽ ചെല്ലുമ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ വരുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്ന് ചലഞ്ച് ചെയ്യുക, അവരെ നമ്മളൊന്ന് ക്രാക്ക് ചെയ്യുക, അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, 25 ക്വസ്റ്റ്യൻസ് ആണ് കെമിസ്ട്രിയിൽ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ കഴിഞ്ഞ വർഷം നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇൻറ്റീജർ ടൈപ്പിൽ 10 ക്വസ്റ്റ്യനിൽ 5 എണ്ണം നമുക്ക് സെലക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മൊത്തം 20 ഒബ്ജക്റ്റീവ് സ്ട്രേറ്റ് ഒബ്ജക്റ്റീവും അതുപോലെ 5 ന്യൂമറിക്കൽ ഇൻറ്റീജർ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ 20 ചാപ്റ്ററാണുള്ളത്. അപ്പോൾ എന്തായാലും ചില ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ചാപ്റ്ററുകൾക്കും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ JEE മെയിൻസിൻ്റെ എക്സാം ഒരു 2-3 വർഷമായിട്ട് വളരെ ബേസ് ലെവലിൽ നിന്നാണ് ചോദിക്കുക. കാരണം അതൊരു ക്വാളിഫയിങ് എക്സാം കൂടി ആയതുകൊണ്ട്, IIT കയറാൻ വേണ്ടിയുള്ള ഒരു ക്വാളിഫയിങ് എക്സാം എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഫിസിക്സും മാത്സും ഭയങ്കര പുലികളാണെന്ന് നമുക്കറിയാം. എല്ലാവരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാത്സും ഫിസിക്സുമാണ് അവർക്ക് ഏറ്റവും പ്രയോറിറ്റി. മാത്സും ഫിസിക്സുമാണ് അവർ ഏറ്റവും കൂടുതൽ പഠിക്കുക. പണ്ടൊക്കെ കെമിസ്ട്രിക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു എഞ്ചിനീയറിംഗുകാർക്ക്, ആർക്കും ഇഷ്ടമല്ല. പണ്ടൊക്കെ ഞാനൊക്കെ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് കെമിസ്ട്രി ഏറ്റവും വില കുറച്ച് കാണുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അന്നൊക്കെ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് കെമിസ്ട്രി ശരിക്കും അങ്ങനെ ഇമ്പോർട്ടൻസ് കുറച്ച് കാണരുത്. കാരണം നിങ്ങൾ മെയിൻസ് എക്സാം ആണെങ്കിലും അഡ്വാൻസ്ഡ് എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പം നമുക്കൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ്. ഫിസിക്സും മാത്സും കുറച്ചുകൂടി ടഫായിരിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും അറ്റൻഡ് ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾക്കറിയാം അത് നിങ്ങൾ മിക്കവാറും ശരിയാക്കും. ഇപ്പോൾ മാത്സ് ചിലപ്പോൾ ലെങ്തി ആയിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും കെമിസ്ട്രി അങ്ങനെയല്ല. ഉള്ളതിൽ ഏറ്റവും എളുപ്പം, ഏറ്റവും സ്കോറിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സാം ഹാളിലിരിക്കുന്ന സമയത്ത് വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക. പിന്നെ നിങ്ങൾ IITക്കാർക്കുള്ളൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളത് മാക്സിമം കൊളാക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ വിചാരം IITക്കാരാണല്ലോ, നമ്മളോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയല്ലോ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തോ ഒരു കുടുക്കുണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളത് കൊളാക്കൽ പതിവുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ 6 2020 നമ്മുടെ മെയിൻസിൻ്റെ പേപ്പർ എന്നുള്ള നിങ്ങൾക്കറിയാം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യമാണ്. അതിൻ്റെ അടുത്ത ഓപ്ഷനിൽ ഓർത്തോ ആൻഡ് പാരാഹൈഡ്രജൻ എന്നുണ്ട്. അപ്പോൾ ഐസോട്ടോപ്പ് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഓക്കെ ആൻസർ അറിയാം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. പക്ഷേ നമ്മൾ IITക്കാരാണല്ലോ, നമ്മളോട് ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒന്നും ചോദിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഓർത്തോ ആൻഡ് പാരാഹൈഡ്രജൻ കുത്തിയിട്ട് വന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നോക്കുക. ഫിസിക്കൽ കെമിസ്ട്രി ചോദ്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പം ഡേറ്റ മാത്രം എടുത്ത് എഴുതി പ്രോബ്ലം ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഡേറ്റ മാത്രം എടുത്ത് എഴുതി ചെയ്യുക. അവരെന്താണോ ചോദിച്ചിരിക്കുന്നത് അത് അതേപോലെ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ അവർ പറയാണ് ഒരു വെസലിൻ്റെ അകത്ത് ഇത്ര ഗ്യാസ് ഉണ്ട്, അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കംപ്രഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പം ചുമ്മാ നമ്മളുടെ കൈ കൊണ്ട് വെറുതെ ഒരു ഫിഗറൊക്കെ വരച്ച് വെറുതെ നോക്കുക. ആ ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഞാനങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു ലോറിയിൽ ഒരു വലിയ കണ്ടെയ്നർ ഇല്ലാത്ത ഒരു വലിയ ഗ്ലാസ് ബീക്കർ കൊണ്ടുപോവാണ്, ഒരു ക്ലോസ്ഡ് ഗ്ലാസ് ബീക്കർ. അതിൻ്റെ അകത്ത് നമ്മളൊരു ചെറിയ ഗ്ലാസ് ബീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോറി ഒരു ഹമ്പ് ചാടി ഇറങ്ങിയ സമയത്ത് ആ ഒരു ചെറിയ ഗ്ലാസ് ബീക്കറിന് ചെറിയൊരു ക്രാക്കിങ് സംഭവിച്ചു. അപ്പം വലിയ ഗ്യാസ് ബീക്കറിലേക്ക് ഈ ഇവിടെയുള്ള ഗ്യാസ് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന പ്രഷർ അത്ര അങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമ്മളൊക്കെ അത് വരച്ച് നോക്കും. ചുമ്മാ അവർ പറയുന്ന പോലെ വരച്ച് വിടുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഓർഗാനിക് നമുക്കറിയാം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഇല്ല.
പല ചാപ്റ്ററിൽ നിന്നുള്ള ക്ലബിങ് ആയിരിക്കും. അപ്പോൾ ഓർഗാനിക്കിലെ ഓരോ റിയേജൻറ്റുകളുടെ റോൾ എന്താണ്, അതൊക്കെ മനസ്സിൽ ഒത്തിരി ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ ആലോചിക്കുക. നിങ്ങൾ ഒരുപാട് എക്സാം എഴുതിയതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെല്ലാം നിങ്ങൾ പലതവണ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് മെയിൻസിന് ചോദിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കും. ഒരു പുതിയ ക്വസ്റ്റ്യൻ കിട്ടി എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. എപ്പോഴെങ്കിലും നിങ്ങളിവിടെ പഠിച്ച സമയത്ത് എഴുതിയ എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മെയിൻസിന് ചോദിക്കേണ്ടാവുക. അപ്പോൾ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കെമിസ്ട്രിയിലെ 25 ക്വസ്റ്റ്യൻസിലെ 25 ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, നെഗറ്റീവ് വരുത്താതെ ചെയ്യണം. ഈ 25 നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇത് നമ്മളുടെ ഒരു വലിയ ചലഞ്ചാണ്. നിങ്ങൾ മറ്റേ എന്താ പറയുക, എക്സാമിൻ്റെ ഇടയ്ക്കും സ്ക്വിഡ് ഗെയിം 2 ഒക്കെ കണ്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അത് മനസ്സിൽ വിചാരിക്കുക, ഇത് നമ്മളുടെ എന്താ പറയുക ലൈഫ് ലൈനാണ്. ഇത് തീർന്നാൽ തീർന്നു എന്നങ്ങ് വിചാരിച്ചങ്ങ് എഴുതുക. ആ സമയത്ത് ശരിക്കും ഇത് തീർന്നാൽ തീരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്ക്വിഡ് ഗെയിമായിട്ട് വിചാരിക്കുക. എന്നിട്ട് ഇത് നിങ്ങളുടെ ചലഞ്ചിങ്ങാണ്. ഇത്ര സ്റ്റിപ്പുലേറ്റഡ് ടൈമിലുള്ള ഇത് തീർത്തില്ലെങ്കിൽ അവരവിടെ ട്രയാങ്കിൾ ഫേസുമായിട്ട് നിൽപ്പുണ്ട് എന്ന് വിചാരിക്കുക. വേണമെങ്കിൽ മറ്റേ ടിങ് 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 ആ മ്യൂസിക്കും കൂടെ ഓർത്തും. അപ്പോൾ കുഴപ്പമില്ല, ഭയങ്കര ബൂസ്റ്റപ്പായിട്ട് കിട്ടിക്കോളും. അപ്പം നല്ല രീതിയിൽ എക്സാം എഴുതി തിരിച്ചു വരിക. നമ്മൾ വിക്ടറി ഡേക്ക് എന്തായാലും നമ്മൾ കാണുന്നതായിരിക്കും. വിക്ടറി ഡേക്ക് ഞാൻ എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക, അതിൻ്റെ രീതിയിൽ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതി, സാറേ അങ്ങനെ പറയാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി, കെമിസ്ട്രി നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി, അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ എക്സാം ഹോളിൽ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. ടെൻഷൻ അടിച്ചോട്ടെ, പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്തെടുക്കണം. അപ്പോൾ കെമിസ്ട്രിയിലെ 25 ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കാവുള്ളൂ. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, പെട്ടെന്ന് മനസ്സിലായില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ മറന്നു പോയാലും നമ്മുടെ കൈ ഒരിക്കലും മറക്കത്തില്ലടോ. നമ്മൾ അറിയാണ്ട് ഇങ്ങനെ എഴുതി വരുമ്പോൾ തന്നെ കിട്ടിക്കോളും. മനസ്സിലായി? അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മൾ ഏകദേശം 100 ടീച്ചേഴ്സോളം ഉണ്ട് ഇവിടെ കെമിസ്ട്രിയിൽ. അതിൽ കുറേ ആൾക്കാർ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരിക്കും, കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ടാവില്ല, കുറേ ആൾക്കാർ ഡൗട്ട് ക്ലിയറൻസ് കയറിയിട്ടുണ്ടായിരിക്കും, കുറച്ച് പേരെ നിങ്ങൾ നേരിട്ട് കണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോയി എക്സാം എഴുതിയിട്ട് തിരിച്ചു വരിക. അപ്പോൾ വിക്ടറി ഡേക്ക് എന്തായാലും നമുക്ക് കാണാം. സോ അവസാനമായിട്ട് ഞാനൊരു വിഷയം കൂടെ പറയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ പോയി പൊളിച്ചിട്ട് വാട്ടോ. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.